അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്. പ്രതികൾക്ക് പണം നൽകിയവരിലേക്കും പണം പോയവരിലേക്കും അന്വേഷണമുണ്ടാകും. അതേസമയം വിദ്യാർത്ഥികൾ ഇരകളായിട്ടില്ലെന്ന് വടകര റൂറൽ SP മെറിൻ ജോസഫ് പറഞ്ഞു. കേസിൽ മുഖ്യകണ്ണിയെന്ന് സംശയിക്കുന്ന വയനാട് സ്വദേശിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. 3 അധ്യാപികമാരടക്കം 5 പേർ പ്രതികളായ വടകര MDMA കേസിൽ ഇതുവരെ മുഖ്യകണ്ണിയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ലഹരി എത്തിക്കുന്നതും ചില്ലറ വിതരണത്തിനായി ആളുകൾക്ക് കൈമാറിയതുമടക്കം ലഹരി സംഘത്തിന്റെ പ്രധാനികളെ തേടിയാണ് നിലവിൽ SIT അന്വേഷണം. ഈ പൈസാക്കളെല്ലാം ഇവർക്ക് ആരാണ് ഇവർക്ക് ഈ പൈസാക്കൾ കൊടുത്തത്, ഈ പൈസാക്കൾ പോകുന്നത് എവിടെയാണ്, ഇത്ര കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കേസിൽ വിദ്യാർത്ഥികൾ ഇരകളായിട്ടില്ലെന്ന് വടകര റൂറൽ SP മെറിൻ ജോസഫ് പറഞ്ഞു. ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. നിലവിൽ അറസ്റ്റിലായ പ്രതികളെ ഒരുമിച്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ലഹരി വിൽപ്പനയ്ക്ക് പ്രതികൾ വിദേശ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതികളുടെ വിദേശയാത്രയടക്കം പരിശോധിക്കുമെന്നും കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് വ്യക്തമാക്കി. അതേസമയം നേരത്തെ ഉള്ളിയേരിയിൽ MDMAയുമായി പിടിയിലായ ശീതൾ എന്ന യുവതിക്ക് കേസിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിലായ അധ്യാപിക കീർത്തനയും ശീതളും തമ്മിൽ ബന്ധമുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.